ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മശോധനയ്ക്കും പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം ഇവയിലേക്ക് നയിക്കപ്പെടുന്നതിനും സഹായകമായ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നൽകിയ വചനങ്ങളാണ്, ബോധ്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായി പഠിച്ചതും അനുഭവിച്ചറിഞ്ഞതും അനേകരുമായി കഴിഞ്ഞ 35 വർഷം സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുവച്ചു കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ദൈവം പരിശുദ്ധാത്മാവിലെ നിങ്ങളെ തൊടുന്നുവെങ്കിൽ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വചനങ്ങൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും നിങ്ങൾക്ക് ദൈവം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തിനാണ് കുമ്പസാരിക്കേണ്ട ആവശ്യം? എന്താണ്? അച്ഛന്മാർ മനുഷ്യന്മാരല്ലേ? അല്ലെങ്കിൽ കുമ്പസാരിച്ചാലും പിന്നെയും പാപം ചെയ്യൂലേ? പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് കുമ്പസാരിക്കാൻ പറയുന്നത്. പാപമില്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പാപം നിയമ ലംഘനമാണ്, ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് എന്ന്. അതുകൊണ്ട് നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല. ഇനി പാപം ഏറ്റു പറയാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പാപത്തിൻ്റെ ഫലങ്ങളും അനന്തര ഫലങ്ങളും എന്താണെന്ന് ഒരു തിരിച്ചറിവ് കിട്ടിയാൽ അത് കുടഞ്ഞ് എറിഞ്ഞ് പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഇതാ ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഗോസ്പൽ ഇൻ ദ ഗോസ്പൽ, സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ ധൂർത്തപുത്രൻ അവൻ സ്വത്ത് ധൂർത്ത് ചെയ്തപ്പോൾ പിതാവ് സ്നേഹം ധൂർത്ത് ചെയ്യുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് ആ സംഭവം തോന്നിയിട്ടുള്ളത്. ഇതാ പാപി തിരിച്ചു വരുവോളം കാത്തിരിക്കുന്ന, വഴിയൊരുക്കുന്ന, അനുതാപത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവം. ഏറ്റവും കൊടിയ പാപിക്കും ഏറ്റവും അവസാനം വരെ ദൈവം ഒരുക്കി ഇരിക്കുന്ന രക്ഷപ്പെടാനുള്ളൊരു വഴിയാണെന്ത്? അനുതാപത്തിൻ്റെ ആ വാതിൽ അത് തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ ഈ കുഞ്ഞ്, ഈ മകൻ, ഈ മകൾ ഒരിക്കലും നശിച്ചു പോകരുത്. എത്ര കൊടിയ പാപിക്കും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. അവസാനം വരെ കാത്തു നിൽക്കരുത്. അവസരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അവസരങ്ങളെല്ലാം നമുക്കുള്ളത് ആകണമെന്നില്ല. മരണം വന്ന് മുട്ടി വിളിക്കുമ്പോൾ പലരും വെപ്രാളപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷാ ജീവിതത്തിൽ പോകാൻ സമയമാകുമ്പോഴുള്ള ആ അസ്വസ്ഥതകളും വെപ്രാളവും തിരക്കും, ഇത്രയും പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഓർത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മരണം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ല, വേണ്ട പോലെ ഒരുങ്ങാൻ സാധിച്ചില്ല, നന്മ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവസരങ്ങൾ വേണ്ട പോലെ ഉപയോഗിച്ചില്ല. അതിനു പകരം ദൈവവചനത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടും മറുതലിക്കുകയും വിശുദ്ധന്മാരെയും ദൈവവചനത്തെ എല്ലാം തർക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്ത് നല്ലത് ചെയ്തുമില്ല, അതിനു പകരം മല്ലിടുകയും ചെയ്ത് സമയം കളഞ്ഞ അവസ്ഥകൾ. അപ്പോൾ കുറ്റബോധത്താൽ നീറുന്നതായിട്ടൊക്കെ പല വ്യക്തികളെയും അവസരങ്ങളെയെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നെങ്കിൽ ആരെയും നോക്കി നിൽക്കണ്ട. നമുക്ക് കിട്ടിയ വിളി അനുസരിച്ച് നമ്മൾ മാനസാന്തരം മനസ്സ് തുറന്നു കൊടുത്ത് പശ്ചാത്തപിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. 32-ാം സങ്കീർത്തനത്തിലെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. അപ്പോൾ പാപം സമം ക്ഷയം. ശരീരത്തിന് മാത്രമല്ല, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും. എന്ത് ചെയ്തിട്ടും അഭിവൃദ്ധിയില്ല. എന്തോരം കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലമില്ല. അതിനും എളുപ്പത്തിൽ ആൾക്കാർ ഇന്ന് കണ്ടുപിടിക്കുന്നതാണ്. അവനവനൊരു കുഴപ്പമില്ല, ആരോ കൂടോത്രം ചെയ്തു, മന്ത്രം ചെയ്തു, നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മനോനില തകർന്ന മാനസിക രോഗിയായി തീർന്ന പോലത്തെ അവസ്ഥ. അതെന്തിൽ നിന്നുണ്ടാവുന്നത്? പാപത്തിൽ നിന്നുണ്ടാവുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പുറകെ അതിനെക്കുറിച്ചുള്ള വചനങ്ങളും അങ്ങനെ ഉണ്ടായ വ്യക്തികളുടെ അവസ്ഥകളെല്ലാം ബൈബിളിലുണ്ട്, അത് നമുക്ക് കേൾക്കാം. അപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ്, അതായത് സ്വന്തം ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ പഴിചാരാം. ഒന്നുകിൽ പൂർവ്വപിതാക്കന്മാർക്ക് കിടക്കപ്പുറതിയില്ല, അല്ലെങ്കിൽ അയൽവാസി എന്തോ ചെയ്ത്, ശത്രു എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്നിട്ട് മന്ത്രവും തന്ത്രവും കൂടോത്രവും
അതിൻ്റെ പരിഹാരവും ഒക്കെ ആയിട്ട് തിരിച്ചടിയൊക്കെ ആയിട്ട് നടക്കുന്ന അവസ്ഥ. അപ്പോൾ ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ യഥാർത്ഥ കാരണം ഇതാണ്. ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. ഇങ്ങനത്തെ പല കേസുകൾ ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാനും വചനം കേട്ട് ഓടിപ്പിടിച്ചൊക്കെ മാനസാന്തരപ്പെട്ടൊക്കെ വന്ന അവസ്ഥകൾ. ബ്രദറെ, ഇത് നേരത്തെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞെങ്കിലും ഞങ്ങളത് ഗൗരവമായിട്ട് എടുത്തില്ല. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നത് എന്ന്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് കിട്ടാത്ത മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ദൈവവചനം വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ സാധിച്ചില്ല എങ്കിലും ഉണ്ണാൻ കൊടുത്തില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം അവരിലേക്കും മറ്റുള്ളവരിലേക്ക് ഒരു പ്രേക്ഷിത വേലയായിട്ട് എത്തിക്കുക. അതൊരു പരിഹാര ശുശ്രൂഷ. അപ്പോൾ രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. മുളക് അരച്ച് തേച്ച പോലെ എന്നൊക്കെ പറയും. പുകച്ചിലാണ്, ചൂടാണ്, ഉഷ്ണമാണ് എന്ന് പറയുന്ന അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്ന പോലത്തെ പിടികിട്ടാൻ പറ്റാത്ത വാക്കുകൾക്കതീതമായ പ്രയാസങ്ങൾ ഇവിടെ തന്നെ അനുഭവിക്കുന്ന അവസ്ഥ. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ഇപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഇപ്പോൾ ഒരല്പം ചൂട് ഇവിടെയൊക്കെ കുറവുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. പക്ഷേ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം അസഹനീയമായ ചൂടായിരുന്നു ഈ കാലാവസ്ഥയിൽ ഉണ്ടായത്. അപ്പോൾ കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും, വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ദൂരം വെള്ളം കുടിച്ചിട്ടും തൃപ്തിയാകുന്നില്ല, മതിവന്നില്ല, പുകച്ചിൽ, വേർത്തൊഴുകുന്ന അവസ്ഥ, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ പുകച്ചിലും ഈ അസ്വസ്ഥതയും ഈ ക്ഷാമവും. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവിനോട്. കുമ്പസാരത്തിലൂടെ ദൈവത്തോടാണ് പറയുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ അന്തോനീസിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വിശുദ്ധ അന്തോനീസിൻ്റെ ചരിത്രത്തിൽ വായിച്ച ഒരു കാര്യം, ഒരാൾ കുമ്പസാരിക്കാൻ വന്നപ്പോൾ വിറയലും വെപ്രാളവും കൊക്കും കാക്കും പറക്കുന്ന അവസ്ഥ, ടെൻഷൻ, അതാണ് അവസ്ഥ. ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എഴുതിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അയാൾ പാപമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്ത് വന്നു. വീണ്ടും പറയാനായിട്ട് സാധിക്കുന്നില്ല, ഭയവും അസ്വസ്ഥതയും. വേഗം ഇയാളുടെ കയ്യിൽ നിന്ന് വിശുദ്ധ അന്തോനീസ് ആ ചീട്ട് വാങ്ങി അതൊന്ന് ആശീർവദിച്ച് പാപമോചനം കൊടുത്തു. പിന്നെ അതിലെഴുതിയിരിക്കുന്നതൊന്നും കാണുന്നില്ല. വിശുദ്ധ അന്തോനീസിൻ്റെ ചരിത്രത്തിൽ അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോനീസ് അല്ലേ. അപ്പോൾ അത് സംഭവിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോയി. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ചരിത്രത്തിൽ വായിച്ച കാര്യം ഓർക്കുകയാണ്. പാതിരായോളം പല സ്ഥലങ്ങളിൽ നിന്നും പ്രശസ്തരും പ്രഗത്ഭരും എല്ലാം കുമ്പസാരം തേടി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുക്കൽ വരും. അപ്പോൾ പാതിരയോളം ശുശ്രൂഷ ചെയ്തു ഉറങ്ങാനായിട്ട് വരുമ്പോൾ ഒരു ദിവസം അടുത്ത വീട്ടിലെ ആൾ, അയാൾക്ക് കുമ്പസാരിക്കാൻ വേണ്ട, ഉറങ്ങാൻ വേണ്ട, ഈ ക്ഷീണിച്ച് വരുന്ന ജോൺ മരിയ വിയാനിയുടെ ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് വരുന്ന അവസ്ഥ. അപ്പോൾ കുമ്പസാരിക്കണമെന്ന് ചോദിച്ചു, കുമ്പസാരിക്കണ്ട. വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഇയാൾ വരുന്നു. അപ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് മനസ്സിലായി, ദൈവം ഇയാളെ തൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചതാണ്. അയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത പോലെ ടൈം പാസിന് വേണ്ടി വരുന്നത് പോലെ അന്ത്യപാതിരാക്ക് വന്നിരുന്നിട്ട് പോകുന്നില്ല. വിശുദ്ധ ജോൺ വിയാനി ഇയാളെ മാനസാന്തരത്തിലേക്ക് നയിച്ചതായിട്ടും പിന്നീട് ആ ശല്യം ഉണ്ടായിട്ടില്ല എന്നും അയാൾക്കൊരു നല്ല കുമ്പസാരം കൊടുത്തുവെന്നും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കഥയിൽ വായിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ കുമ്പസാരം പോലെ ഇത്രയും ഗുണമുള്ള കാര്യം വേറൊന്നുമില്ല. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാപം ഏറ്റുപറയണം. വീണ്ടും സങ്കീർത്തനം 34:18 പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ വചനമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും. അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞവരാ, ഞങ്ങൾക്കെന്താ ഇങ്ങനെ വന്ന, എൻ്റെ മക്കൾക്കെന്താ ഇങ്ങനെ വന്ന, എനിക്കെന്താ ഇങ്ങനെ വന്ന, ഞാൻ ആരോ ഉപദ്രവിച്ചിട്ടില്ല, ആരായി പറയുന്നത്? ഒന്ന് സ്വയം ആത്മശോധന ചെയ്ത്. ഇതിനെ തന്നെയാണ് അഹന്ത എന്നും അഹങ്കാരം എന്ന വാക്കൊക്കെ പറയുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം തികഞ്ഞവരാണോ നമ്മൾ?
അപ്പോൾ ഹൃദയം നുറുങ്ങി, ദൈവമേ, ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ ചുങ്കക്കാരൻ അകലെ മാറി നിന്ന് ദേവാലയത്തിനടുത്ത് പോലും വരാൻ സാധിക്കാത്ത രീതിയിൽ കരഞ്ഞ് മാറത്തടിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ പാപിയാണെന്നും പറഞ്ഞ്. അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? എല്ലാം തികഞ്ഞവർക്ക്. ഇങ്ങനെ പറയും, ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കാൻ പാടാണ്, ഉറക്കം നടിക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. ആളുകളുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിതം തള്ളിവിട്ടിട്ട് ഒരു കാര്യമില്ല മനുഷ്യ. മാനസാന്തരപ്പെടുക. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കുമ്പോൾ നാളെ നമുക്കുണ്ടാകുന്ന വല്ല ഉറപ്പുണ്ടോ? ഇന്ന് രാവിലെ എനിക്ക് വന്ന ഫോൺ കോൾ ഇതാ, ക്യാൻസർ രോഗി, വയറ്റിൽ ക്യാൻസർ. ബ്രദറെ, രോഗം മാറിയില്ലെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര നാളെന്ന് വെച്ചാൽ എത്ര നാൾ കൊണ്ടാണ് പാകത്തിനൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. ഇപ്പോൾ അതിനുശേഷം ഇന്ന് ഞാൻ വീണ്ടും 3 മണി കഴിഞ്ഞപ്പോൾ ബിനോ ബാബു സാർ, നമ്മുടെ ടീമിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹവുമായിട്ട് ഒരു ക്യാൻസർ രോഗിയെ പ്രാർത്ഥിക്കാൻ പോയി. അതും ഇതുപോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കിടക്കുകയാണ്. വയറ്റിൽ ക്യാൻസറായിട്ട് കിടക്കുന്ന അവസ്ഥ. ഏതാനും മാസങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയും വീടുമായിട്ട് കിടക്കുന്ന, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒന്നും കഴിക്കാനും ഇറക്കാനും പറ്റുന്നില്ല. ജ്യൂസ് പോലെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ജീവിതത്തിൽ ഓരോ സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ പിടിയും വിട്ടുപോവുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം അവസ്ഥകൾ വിഷമിക്കുന്നവരെ കണ്ടുമുട്ടുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് കൂടെ ഓർക്കണം. പരിശുദ്ധാത്മാവിലൂടെ ദൈവം കൃപ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത് പറയാനും നിങ്ങൾക്കിത് കേൾക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഹാൻസിന് അടിപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഹാൻസ് ഇട്ടിട്ട് കുറേ നാളായി, പക്ഷേ ഇപ്പം 4-5 പല്ലുകൾ എടുത്ത് കളയണം. കുട്ടിക്ക് 4 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. 38 വയസ്സോ മറ്റാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കുമ്പസാരിച്ചിട്ട് ഒരുപാട് വർഷമായി, പള്ളിയും ദൈവമായിട്ടൊന്നും ഒരു അടുപ്പമില്ല, ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതാണ്, എനിക്കൊന്ന് ജീവിച്ചാൽ മതി, ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വന്നത് ഓർക്കുകയാണ്. ഹേ മനുഷ്യ, നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് അഹംഭാവത്തിന് ഒരു വകയുമില്ല. ഓരോ ദിവസം ഇതുപോലെയുള്ള അനേകരെ കണ്ടുമുട്ടുന്നു. ദൈവം ദാനമായി തന്നതാണ് ഈ ജീവിതം. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരികുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്വനായ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. മനുഷ്യരുടെ നേരെ മനുഷ്യർക്കെതിരെയൊക്കെ കുറേ നീട്ടി ഉയർത്തുകയെല്ലാം ചെയ്ത് ഫലമെന്താ? ഒരു ഫലമില്ല, ശൂന്യത മാത്രം, അസംതൃപ്തി മാത്രം. ആദ്യം ഭയങ്കര ആവേശവും ഭയങ്കര ഇഷ്ടവും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. എന്തോരം അടുത്താൽ അതുപോലെ തന്നെ ശത്രുതയും അകൽച്ചയും കൂടിയ അവസ്ഥ. അടുക്കും തോറും അകൽച്ചകൾ. അപ്പോൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞൊന്ന് സ്നേഹിച്ച് നോക്കിയേ, എല്ലാം ഒരേ ലെവലിൽ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്വനായ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. വിലാപം 3:40-41 വചനങ്ങൾ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. അവരാ കാരണം, ഇവരാ കാരണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ടതാണ്, ഈ ദൈവം എന്താ ഇങ്ങനെ, ന്യായീകരണം, ആ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. ഇതൊക്കെ കുമ്പസാരത്തിൽ പറയേണ്ട കാര്യമാണ്. അഹങ്കാരം ഉണ്ടോ, ന്യായീകരണം ഉണ്ടോ, തർക്കിക്കുന്ന സ്വഭാവമുണ്ടോ, ഒന്നിലും നന്മ കാണാത്ത സ്വഭാവമാണോ, ജീവിതത്തോട് മടുപ്പാണോ, നിരാശയാണോ, അവനവനോട് തന്നെയും ദൈവത്തോടും വെറുപ്പാണോ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരും മറ്റുള്ളവരാണെന്നുള്ള ചിന്തയാണോ, നമുക്കൊരു കുറവുമില്ലേ? അപ്പോൾ ഇതൊക്കെ കുമ്പസാരത്തിൽ നമ്മൾ പറയാറുണ്ടോ? പലപ്പോഴും അവർ കാരണം ഇവർ കാരണം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന അവസ്ഥയല്ലേ? വീണ്ടും യഥാർത്ഥമായ പശ്ചാത്താപവും മാനസാന്തരവും എന്താണ്? പശ്ചാത്താപമാണോ കുറ്റബോധമാണോ നമുക്കുണ്ടാവുന്നത്? പത്രോസിന് കിട്ടിയത് രക്ഷാകരമായ പശ്ചാത്താപമാണ്. യൂദാസിനുണ്ടായത് കുറ്റബോധമാണ്. 2 കൊരിന്തോസ് 7:10 പൗലോസ്യ പഠിപ്പിക്കുകയാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സമയം പോയി, വയസ്സായി, അല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിച്ചില്ല. ഈ നേടിയത് കൊണ്ട് ഒരു സമാധാനവും സന്തോഷവും കിട്ടത്തില്ല. അനീതി നിറഞ്ഞ സമ്പാദ്യം, വരുമാനങ്ങൾ, ഇനി ഇതിന് മോചനമില്ല എന്നുള്ള അവസ്ഥ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതെല്ലാം ലൗകികമായ
ദുഃഖം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ചെയ്തതും തിരഞ്ഞെടുത്തതും ഒന്നും ശരിയായില്ലല്ലോ. ഇന്നലെയും കൂടെ നേരിട്ട് കണ്ട് കേട്ട ഒരു കാര്യം ഇതാ. കോടികളുണ്ട്, പക്ഷെ അതിൽ കുറച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞോട് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഉറക്കമില്ല, ജീവിച്ചിട്ട് തന്നെ കാര്യമില്ല എന്ന രീതിയിൽ ന്യായീകരിക്കുന്ന കഠിനമായ ദുഃഖത്തിൽ വിഷമിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടതോർക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ പ്രധാന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. നമ്മളൊന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകത്തുമില്ല. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥകൾ രോഗത്തിനൊക്കെ കാരണമാകും. സങ്കീർത്തനം 107 പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ 107:17 മുതൽ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. എന്നാൽ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടെ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇനിയും രക്ഷപ്പെടാൻ വഴിയുണ്ട്. അനുതാപത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാപം രോഗത്തിന് കാരണമാകും. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, പാപം മൂലവും രോഗമുണ്ടാകാം, പാപമില്ലാതെയും രോഗമുണ്ടാകാം. ഇതാ അന്ധനെ കൊണ്ടുവന്നിട്ട് അപ്പോസ്തലന്മാർ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരുടെ പാപം മൂലമാണ്? യേശു പറഞ്ഞു, ആരുടെയും പാപം മൂലമല്ല, ഇവൻ്റെ പൂർവികരുടെയോ പാപം മൂലമല്ല. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു, എല്ലാ പ്രശ്നത്തിനും കാരണം പൂർവികരുടെ പാപമാണെന്ന്. ആരുടെയും പാപം മൂലമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവനിങ്ങനെ ജനിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും കാരണക്കാരായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളെയൊക്കെ ആളുകളെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിലേക്ക് മനസ്സ് തിരിയുക. അപ്പോൾ വീണ്ടും യോഹന്നാൻ 8:34 പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കത് പറഞ്ഞാൽ അത്രയും മനസ്സിലാവില്ല. അടിമ കച്ചവടത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അതിന് തുല്യമായ പകരമായ വില കൊടുത്താൽ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കും. അപ്പോൾ ഇതുപോലെ പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അടിമത്തമാണ്. അതിൽ നിന്ന് മോചനം ദൈവപുത്രന് മാത്രമേ, യേശുവിന് മാത്രമേ തരാനായിട്ട് സാധിക്കത്തുള്ളൂ. യേശയ്യ 59:2 പറയുന്നുണ്ട്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കണില്ല, ഈ ദൈവം അവിടെ പോയി കിടക്കണേണെങ്കിൽ ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട അറിയില്ല എന്ന് പറയില്ലേ. പ്രാർത്ഥന കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം, പുണ്യാഭിവൃദ്ധി ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? നിൻ്റെ അകൃത്യങ്ങൾ, നിൻ്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതോടുകൂടെ എല്ലാം കൈവിട്ടു പോയി. ബാക്കി എല്ലാ പ്രശ്നവും പുറകെ വന്ന് കയറുകയാണ്. ഒരു പരസ്യചിത്രം കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾ പഴം നിന്നിട്ട് അതിൻ്റെ തൊണ്ട് പൊതുസ്ഥലത്ത് വലിച്ചെറിയുക. അപ്പോൾ വേറെ ആളുകൾ ബിസ്ക്കറ്റ് തിന്നിട്ട് അതിൻ്റെ കവറ് ആ സ്ഥലത്തിട്ടു. ആ പഴത്തൊണ്ട് കിടക്കുന്ന കണ്ട് വേറെ കുറച്ച് പേര് അവരുടെ ചവറുകൾ, അഴുക്കുകൾ, മിഠായി കടലാസുകൾ, സിഗരറ്റ് കുറ്റികൾ ഇട്ടിട്ടിട്ടിട്ട് വലിയ ചവറ് കൂനയായി, മാലിന്യ കൂമ്പാരമായി മാറുന്ന ഒരു ചിത്രം. ഇതുപോലെ തന്നെയാണ് പാപം കുന്നുകൂടുന്ന അവസ്ഥ. കുമ്പസാരിച്ചാലും വീണ്ടും പാപം ചെയ്യുമെന്ന് പറയുന്നവർ വീണ്ടും കുമ്പസാരിക്കണം. അതിന് പരിഹാരം കുമ്പസാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായ പശ്ചാത്താപമുള്ള, എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്ന ഒരു പശ്ചാത്താപം, കോഴി കൂവുമ്പോഴൊക്കെ പോയി കരയുമായിരുന്ന പറയുന്നത് പത്രോസിനെ കുറിച്ച്. എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചല്ലോ എന്നുള്ള രക്ഷാകരമായ പശ്ചാത്താപമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ ചോദ്യമോ തർക്കമോ ന്യായീകരണമോ ഒന്നുമല്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഒരു വഴി നമുക്ക് തുറന്നിട്ട് ഒരാൾക്കും തടസ്സപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അത് നമ്മളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ദൈവം തുറന്നിട്ടില്ല എങ്കിൽ അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഹന്തയും നമ്മുടെ ഞാനെന്ന ഭാവവും മുൻകോപവും വാശിയും തഴക്കദോഷങ്ങളും ഒക്കെ ഈ തടസ്സങ്ങളായിട്ട് കടന്നു വരും. ഇസ്രായേൽ ജനം വെറും 6 മാസം പോലും വേണ്ടാത്ത ആ ഈജിപ്തിൽ അടിമത്തത്തിനുള്ള മോചനത്തിനുള്ള യാത്ര, എന്നാൽ 40 സംവത്സരങ്ങൾ അവർ ചുറ്റിത്തിരിയുകയാണ്, കഷ്ടപ്പെടുകയാണ്. കാരണം എന്താ? അവരുടെ അഹങ്കാര നിമിത്തമാണെന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അവർ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തിനെതിരെ സംസാരിച്ചു, മോശയ്ക്കെതിരെ പെറുപെറുത്തു, അങ്ങനെ പലതും ഉണ്ടായി, വിഗ്രഹങ്ങളെ ആരാധിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്, അവരുടെ പാപങ്ങൾ തന്നെയാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നത്.
ഇനി ഞാൻ ദൈവത്തെ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ദൈവത്തെ പേടിയാണ്, ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, കാഴ്ചവെപ്പിന് കൊടുക്കുന്നുണ്ട്, പള്ളിപണിക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. 2 കൊരിന്തോസ് 8:12 പറയുന്നുണ്ട്, ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസ്സാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ഈശോ മിശിഹായ്ക്കെതിരെ പാപം ചെയ്യുന്നു. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, മരിച്ചിട്ടും വിടാത്ത പങ്കാളി, മരിച്ചിട്ടും കുറ്റം മാത്രം കണ്ടുപിടിക്കുക, പേര് പോലും പേരിൽ നിന്ന് മാറ്റിക്കളഞ്ഞ അവസ്ഥകൾ. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരോടും വെറുപ്പ്, സ്വയം വെറുപ്പ്, സ്വയം നിന്ന, അല്ലെങ്കിൽ കൂടപ്പിറപ്പങ്ങളോട് വെറുപ്പ്. കുറവില്ലാത്ത ആരുമില്ല, കുറവൊക്കെ ഉണ്ട്. കുറവെല്ലാം മാറിയിട്ട് ആരെയും ഈ ലോകത്ത് സ്നേഹിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. നമ്മളെന്താ പെർഫെക്ഷനലിസ്റ്റാണ്, നമുക്കുമില്ല കുറവുകൾ. അത് തന്നെ ഏറ്റവും വലിയ കുറവാണ്. നിനക്കൊരു കുറവുണ്ട് എന്ന് ധനികനായ യുവാവിനോട്, യേശുവിൻ്റെ അടുക്കൽ വന്ന ധനികനായ യുവാവിനോട്, അവൻ ദൈവപ്രമാണങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് യേശുവിനോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഒരു കുറവുണ്ട് നിനക്ക്. എന്താ കുറവ്? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട് ആ കുറവ്. നമുക്കൊരു കുറവും ഇല്ലെന്നുള്ള ആ വിചാരം തന്നെ ഏറ്റവും വലിയ കുറവാണ്. ഞാനെന്ന ഭാവം, എളിമയില്ലാത്ത അവസ്ഥ, വചനങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യ കാരണം, ഭർത്താവ് കാരണം, വീട്ടുകാർ കാരണം, അപ്പം കുറച്ചും കൂടെ ആക്കി വെച്ചെങ്കിൽ. ഒരാൾ പറയുന്നത് കേട്ടാ, ചേട്ടൻ ജോലിയിലിരുന്നപ്പോൾ കൈക്കൂലി ഒന്നും മേടിച്ചില്ല, കൈക്കൂലിയൊക്കെ മേടിച്ചെങ്കിൽ ഈ പിള്ളേരിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് നെറ്റി വേർക്കാതെ അവർ ഭക്ഷിക്കണമെന്നാണ്. അല്ലാഞ്ഞിട്ട് തന്നെ രണ്ടും കുടിച്ച് തിമർത്ത് നടക്കുന്ന എനിക്ക് നേരിട്ടറിയാവുന്ന കേസാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ചേട്ടൻ കൈക്കൂലി മേടിക്കാഞ്ഞത് കൊണ്ടാണ് മക്കളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നതെന്ന്. ബസ്റ്റമ്മ അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഔദാര്യം ചെയ്ത പോലെയാണ് പറയുന്നത്. ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടൻ മേടിക്കാവുന്നതിൻ്റെ പരമാവധി മേടിച്ച് മറിഞ്ഞിട്ടുള്ള ചേട്ടനാണ്. പക്ഷെ അത് അവസാന നിമിഷമായപ്പോൾ എല്ലാം ഊതിപ്പറത്തിപ്പോയി. അപ്പോൾ ഈ പറയുന്ന എല്ലാം നുണ തന്നെയാണ്. യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പോൾ അത്രയൊന്നും പോരായിരുന്നു, കുറേയും കൂടെ ഉണ്ടാക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പ് നല്ലോണം ഊതിപ്പറത്തി മരുന്നിനും ആശുപത്രിക്കുമായിട്ട് അപ്പോൾ പറഞ്ഞ് ഇതെങ്കിലും ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കടപ്പാടം പോകാതെ ചികിത്സിക്കാൻ പറ്റിയെന്ന് ന്യായീകരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതാണ് കൈക്കൂലി, കരിഞ്ചന്ത, കള്ളന്തറാസ്, ഇതെല്ലാം മാറ്റണം. ഇപ്രകാരം സഹോദരർക്കെതിരെ പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസ്സാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ഈശോ മിശിഹായ്ക്കെതിരായി പാപം ചെയ്യുന്നു. അവരെ മുറിപ്പെടുത്തുമ്പോൾ, അയൽവാസിയെ മുറിപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ, മിണ്ടാതിരിക്കുമ്പോൾ, നന്മ ചെയ്യാതിരിക്കുമ്പോൾ ഈശോയെ വീണ്ടും വീണ്ടും നമ്മൾ കുരിശ് തറയ്ക്കുകയാണ്. 2 കൊരിന്തോസ് 8:12 ഈ വചനം. അപ്പോൾ വീണ്ടും വീണ്ടും ഈശോയെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും യാക്കോബ് 1:14-15 പറയുന്നുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. അവസാനം രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. 1 യോഹന്നാൻ 1:8 പറയുന്നുണ്ട്, ബ്രദർ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണിത്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. 1 യോഹന്നാൻ 1:8. നമുക്ക് പാപമില്ലെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ അത് തന്നെ ഒരു നുണയാണ്. അത് ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. പാപകാരണം അന്യരാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. ഇത് വെറുതെ പാടിയാൽ പോരാ, ചങ്കിൽ തട്ടണം. സങ്കീർത്തനം 32:5 പറയുന്നുണ്ട്, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്നെ അതിൽ നിന്നൊക്കെ വെടിയിക്കും, എൻ്റെ ഭാരമൊക്കെ പോകും, കുറ്റബോധമൊക്കെ മാറിപ്പോകും. സുഭാഷ 28:13 പറയുന്നുണ്ട്, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് എന്ത് ലഭിക്കും? കരുണ ലഭിക്കും.
വീണ്ടും ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു പാപിയെക്കുറിച്ച്. നമുക്ക് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു അധികാരവുമില്ല. ഒരു പാപി മാനസാന്തരപ്പെടാൻ ഒരു നിമിഷം മതി. ദൈവം അതെല്ലാം ക്ഷമിക്കും. അന്ന് വരെ ഉണ്ടായതെല്ലാം എഴുതി തള്ളിക്കളയും. നമ്മളാ വിധിച്ചതും കുറ്റം പറഞ്ഞതും പ്രാഗിയതും ശപിച്ചതും മാത്രം ബാക്കി അവിടെ കിടക്കും. അങ്ങനെയാണ് ഒരു പുണ്യാളന്മാരും ഉണ്ടാകത്തില്ലായിരുന്നു. എല്ലാം തികഞ്ഞ് പുണ്യാളന്മാരായിട്ട് തീർന്ന ആരുമില്ല. മഹാപാപികൾ പോലും വിശുദ്ധരായി. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരം. ഒരിക്കലും രക്ഷപ്പെടാത്ത തരത്തിലുള്ള അത്രയും പാപത്തിലും തകർച്ചയിലും പോയിക്കൊണ്ടിരുന്ന മകന് വേണ്ടി കണ്ണീരോടെ അമ്മ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു. മകനിൽ ആശ്രയിക്കുകയല്ല, മകന് വെറുക്കുകയല്ല, ശപിക്കുകയല്ല, കേസ് കൊടുക്കുകയല്ല. ഇന്നത്തെ സ്ഥിതി നടക്കുന്ന അതൊക്കെയാണ്. പക്ഷേ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കണ്ണീരിൻ്റെ പുത്രൻ നശിച്ചു പോയില്ല. അമ്മയും വിശുദ്ധയായി, മകനും വിശുദ്ധനായി. അതുകൊണ്ട് നമുക്ക് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാ 15:10 അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങളും അനുതപിച്ചാൽ സ്വർഗത്തിൽ വലിയ വിരുന്ന് നടക്കും. അതിന് നോയമ്പ് കാലം വരെയും കാത്തു നിൽക്കാതെ നോയമ്പ് കഴിയുമ്പോൾ കുപ്പിയും പൊട്ടിച്ച് അഴിഞ്ഞാടി ആർഭാടവും ദൂർത്തും ഇത്രയും ദിവസം ഉപവാസത്തിൻ്റെ എല്ലാം വലിച്ചു വാരി വെതർന്ന ആളുകളെ കൊണ്ട് പറയിക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പോകരുത്. ഇത്രയും ദിവസം മദ്യപിക്കാതിരിക്കാൻ പുകവലിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു സാഹചര്യം വേറെ ഇല്ല. കാരണം ഒരു ജീവിതമുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഉപേക്ഷിക്കാൻ പറ്റിയെങ്കിൽ അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. അല്ലാതെ നോയമ്പിന് മാത്രം ഉപേക്ഷിച്ചിട്ട് അത് കഴിയുമ്പോൾ തിമിർത്താടാനും കുടുംബക്കാരുടെ സമാധാനവും ആളുകളെ കൊണ്ട് പറയിക്കാനും വിശ്വാസികൾക്ക് ഇടർച്ച കൊടുക്കാനും ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കാനുള്ളതും അല്ല. എന്നേക്കുമായിട്ട് മാനസാന്തരപ്പെടുക. ഇത് കേൾക്കുന്നവരാരായിരുന്നാലും ഇത്രയും നാളൊക്കെ ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക. ഭർത്താവിനോടുള്ള വെറുപ്പ് മാറ്റി, ഭാര്യയോടുള്ള വെറുപ്പ് മാറ്റി, 2 മുറി കിടക്കുന്ന സ്വഭാവം മാറ്റി, 2 കട്ടിലെ കിടക്കുന്ന സ്വഭാവം മാറ്റി, വിശ്വസ്തയോടെ ഭാര്യാഭർത്തൃ ദാമ്പത്യ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ പിടിച്ചു വെച്ചും വാശി കാണിച്ചും ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ വ്യഭിചാരത്തിലേക്കും പാപത്തിലേക്കും തഴക്കദോഷത്തിലേക്കും അവരെ തള്ളിവിടുന്നതിൻ്റെ കുറ്റവും കൂടെ ശിക്ഷയും കൂടെ നമുക്ക് വീഴുന്ന അവസ്ഥയാകരുത്. അതുകൊണ്ട് തെറ്റുപറ്റാത്തവരാരുമില്ല. ആത്മാവിനെ നേടിയെടുക്ക്, ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിറയപ്പെടുക, അവരോട് കരുണ കാണിക്ക്. അതുകൊണ്ട് ദൈവം പാപിയോട് ക്ഷമിക്കും, കരുണ കാണിക്കും. നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മായിയമ്മയോട്, മരിച്ചുപോയവരോട്, പൂർവികരോടൊക്കെ വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ കളയും. ചത്താലും ക്ഷമിക്കൂലെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മരിക്കാറായി കിടന്ന സ്ത്രീക്ക് വേണ്ടി 3 വർഷമായി കിടന്ന് വലിഞ്ഞ് അപ്പോൾ ചത്താലും മരുമകളോട് ക്ഷമിക്കൂലെന്നും പറഞ്ഞ് കിടന്ന് വയലൻ്റ് ആകുന്നു. പക്ഷേ അവരോട് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുത്തു. മകനും ഭാര്യയും കുമ്പസാരിച്ചു. പിറ്റേന്ന് ആ സ്ത്രീ മരിച്ചു. കിടന്ന് വലിഞ്ഞു ഉറങ്ങി കിടന്ന അവസ്ഥകൾ. അപ്പോൾ വീണ്ടും ഈ കുമ്പസാരത്തിന് എന്തധികാരമാണ്, ഏത് താക്കോലാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ശുശ്രൂഷ, സഭയെ ഏൽപ്പിച്ച ശുശ്രൂഷ ആര്? കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇതാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നത്. ദൈവം നൽകുന്ന കെട്ടാനും അഴിക്കാനുമുള്ള പുരോഹിതന് നൽകിയിരിക്കുന്ന അധികാരം, അപ്പസ്തോലിക അധികാരം, അപ്പോസ്തലന്മാർക്ക് നൽകിയ അതേ അധികാരം. ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത യേശു പിന്നീട് ഈ 2 പേരെ വീതം അയക്കുന്നതിന് വേണ്ടി 72 പേരെ കൂടെ തിരഞ്ഞെടുത്ത് പല ദിക്കുകളിലേക്ക് അയക്കുക. അവർ മടങ്ങി എന്ന് പറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കും. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തിയാണ്. എത്ര കട്ടി കൂടിയ പാപം, എത്ര പാരമ്പര്യക്കെട്ടോ ശാപമോ പൈശാചിക പീഡകളോ തഴകദോഷങ്ങളോ ആകട്ടെ, പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. 72 പേരും മടങ്ങിവന്ന് ഈശോയോട് പറയുമ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സന്തോഷിക്കും. ഇന്ന് കർത്താവ് നമ്മളെയും വിളിച്ചിരിക്കുന്നത് ഈ വിടുതലിന് വേണ്ടിയാണ്. കുമ്പസാരം എന്ന കൂദാശ, സാക്രമെൻറ്റോ, വിശുദ്ധീകരിക്കുന്ന കർമ്മം. കുമ്പസാരം ഒരു കൂദാശയാണ്.
അതുകൊണ്ട് കുമ്പസാരത്തിന് തുല്യം. ഇന്നാളതിനൊരു സ്ത്രീ പറഞ്ഞതാ, മകള് തലതിരിവായി നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന വചനമൊക്കെ സംസാരിക്കുമ്പോൾ ചാടി ചാടി എഴുതിയെടുക്കുന്നുണ്ട്, ബൈബിളൊക്കെ കയ്യിലുണ്ട്, ധ്യാനം എന്നും പ്രാർത്ഥനയെന്നും പറഞ്ഞ് മുങ്ങി നടക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി? ചോദിക്കുന്നത് തന്നെ അബദ്ധമാണെന്ന് ഓർത്ത് പേടിച്ചാൽ ചോദിച്ചത്. അപ്പോൾ കുറേ വർഷമായി. ഞാൻ മത്തായി 6:6 അതായത് നേരിട്ടാണ്, മുറിയിൽ കിടന്ന് കഥ കടച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കഥ കടക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്, വചനം വളച്ചൊടിക്കാനുള്ളതല്ല. ഓട് സ്ത്രീയെ കുമ്പസാരക്കൂട്ടിലേക്ക്, തെറ്റായ ബോധ്യങ്ങൾ മാറ്റി കുമ്പസാരത്തിന് ഒരുക്കി പറഞ്ഞു വിട്ടു. അമ്മ കുമ്പസാരിച്ചു. ചെന്നൈയിൽ ഓടി ചെല്ലാൻ പറഞ്ഞ് കോളേജിൽ നിന്ന് വിളിപ്പിച്ച മകളെ തീസിയും കൊടുത്ത് വിടാൻ പറ്റിയ തരത്തിൽ കുരുത്തക്കേടുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും മാറ്റങ്ങളും ഉണ്ടായി. അപ്പോൾ മാതാപിതാക്കൾ അനുദപിച്ചാൽ അതിൻ്റെ ഗുണം മക്കൾക്കുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 2:37 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവർ ഹൃദയം നിറയിക്കൊണ്ട് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? വചനം കേട്ട ജനം ചോദിക്കുക. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മോട് ദൈവവചനം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം നുറങ്ങി ചോദിക്കണം, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? പശ്ചാത്തപിക്കണം. വീട് സ്ഥലവും വിറ്റ് കളഞ്ഞിട്ടോ, പറമ്പ് വേറെ മേടിച്ചത് കൊണ്ടോ, സ്ഥാനം നോക്കിയത് കൊണ്ടോ, പിന്നെ കന്യമൂല ശകനക്കാരനെ കൊണ്ടതുകൊണ്ടോ ഒന്നും തീരുന്ന കാര്യമല്ല. പാപം മനുഷ്യനെ ദ്രോഹിക്കും, പാപം മനുഷ്യനെ വേട്ടയാടും, പാപം ശാപങ്ങൾ വരുത്തി വെക്കും, പാപം രോഗിയാക്കി മാറ്റും. അതാണ് യാക്കോബ് 5:16 പറയുന്നത്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണം. പണ്ടെന്ന് പറയുമ്പോൾ ഈ കുമ്പസാരക്കൂടിന് പകരം എല്ലാവരും കൂടി നിന്ന് പരസ്യമായിട്ട് പാവങ്ങൾ ഏറ്റുപറയും. പുരോഹിതൻ ഹിസോപ്പ് ചെടിയുടെ തണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കി, ഹിസോപ്പ് എന്ന് പറഞ്ഞാൽ മാർജോറാം വർഗത്തിൽപ്പെട്ട ഒരു സുഗന്ധവാഹിനിയായ ഈ നമ്മുടെ കുന്തിരുക്കോം ഇതൊക്കെ പോലെ പരിമളം വരുത്തുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് ചതച്ചെടുത്ത് അത് ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കി ജനങ്ങളുടെ മേൽ തളിക്കും. അങ്ങനെ പാപമോചനം കൊടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ അതിലെല്ലാം ഒത്തിരി സാങ്കേതികമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. സഭ പിന്നീട് അത് നമുക്ക് ഇന്നത്തെ കുമ്പസാരക്കൂടിൻ്റെ മാതൃകയിൽ ഇതാ കുമ്പസാരിച്ച ആരുടെയും പാപം ഒരു വൈദികർ സഭ വിട്ടു പോയിട്ടുണ്ട്, വൈദികർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, രോഗികളായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആരുടെയും പാപം വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് കുമ്പസാരം ഒരു കൂദാശയാണ്. കുമ്പസാരത്തിന് അത്രയും കോൺഫിഡൻഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. കുമ്പസാരത്തിലൂടെ മാനസിക രോഗികൾ പോലും സൗഖ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിശാചിന് ഏറ്റവും അലർജിയുള്ള ഒരു കാര്യം ആണ് ഇത്. അതുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുമ്പസാരത്തിനെതിരെയും കുമ്പസാരിപ്പിക്കുന്നതിനെതിരെ സാത്താൻ കുടിയിരുന്ന് പലരിലൂടെയും പല ആക്രമണങ്ങളും പല ആക്ഷേപങ്ങളും പറഞ്ഞു വരുത്തിയതും എതിർക്കുന്നതുമെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കേട്ടതാണ്. നല്ലൊരു കുമ്പസാരക്കാരന വിശുദ്ധ ജോൺ ഒരുപാട് ആത്മാക്കൾ നേടിയ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കട്ടിൽ പോലും പിശാചുക്കൾ കത്തിച്ച് കളഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുക. എന്ത് പ്രതികാരം ചെയ്യാൻ പറ്റാമോ അതെല്ലാം ചെയ്യാൻ നോക്കിയ അവസ്ഥകൾ. അപ്പോൾ യോഹന്നാൻ 20, 21, 22 മറക്കരുത്. നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നു അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ആരാണ് പറഞ്ഞത്? ആരോട് പറഞ്ഞു? കർത്താവായ യേശുവിൻ്റെ ഈ വാക്കുകൾ, ഈ വചനങ്ങൾ നമ്മൾ ഒരിക്കലും മറന്ന് പോകരുത്. വീണ്ടും ഇതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. മത്തായി സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ. ആത്മാവിനെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതുപോലെ മത്തായി 25:41 കാണുന്നുണ്ട് തൻ്റെ ഇടതുഭാഗത്തിൽ ഉള്ളവരോട്, അതായത് വചനം പാലിക്കാതെ ജീവിച്ചവരോട്, കരുണ കാണിക്കാതിരുന്നവരോട്, നിത്യനരകത്തിലേക്ക് ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യനരാഗ്നിയിലേക്ക് പോകുവിനെന്നുള്ള ആ കർത്താവിൻ്റെ അന്തിമ വചനം. പാപം രോഗത്തിന് കാരണമാകാം. അല്പം മുമ്പ് കേട്ടതാണ് സങ്കീർത്തനം 107:17 മുതലുള്ള വാക്യങ്ങൾ മറന്നു പോകരുത്. പാപം എന്താണ്? രോഗിയാക്കി മാറ്റും. പാപം മൂലം രോഗം ഉണ്ടാകാം, പാപമില്ലാതെയും രോഗമുണ്ടാകാം. ജോബ് 7:21 പറയുന്നുണ്ട് നീതിമാനായ ജോബ്, അങ്ങേക്ക് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുകൂടെ? അപ്പോൾ പാപം ക്ഷമിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ അടിയറവ് വെക്കും. അതുപോലെ
യെശയ്യാ 1:18 പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. അത് അല്പം മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ വചനം തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ മാനസാന്തരപ്പെടാത്ത അവസ്ഥ കാരണമാകും. അതുകൊണ്ട് വർഷങ്ങളോളം പിശാച് ഇങ്ങനെ പലരെയും കുടുക്കിൽ വെച്ചുകൊണ്ടിരിക്കും. അതെല്ലാം മാറ്റം വരുത്തണം. സംഖ്യ 32:23 പറയുന്നുണ്ട്, എൻ്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വേട്ടയാടും, പാപം വേട്ടയാടും. ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് തലമുറകളിലേക്ക്. ഇവിടെ അനുതാപവും മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ആരിലോട്ട് പോകും? മക്കളിലേക്ക് വരും. അല്ല, ഒരു തോടെ പോയതെല്ലാം പൂളാണെന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് അനുതപിച്ചു പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 39:11 പറയുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങളെല്ലാം എതിരായിത്തീരും അനുതപിക്കാത്ത, മാനസാന്തരപ്പെടാത്ത വ്യക്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയേക്കാം, പക്ഷേ പതിയെ പതിയെ ചിലപ്പോൾ വരും. ചിലപ്പോൾ ഒറ്റയടിക്ക് വന്നേക്കാം. പിടി വീണാൽ രക്ഷയില്ല. കാരണം ആദത്തിന് ഹവ്വയ്ക്കും പറുദീസ നഷ്ടമായത് പാപം ചെയ്തപ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. പറുദീസ നഷ്ടമായി, നിത്യനാശത്തിലേക്ക് പോവുകയാണ്. സങ്കീർത്തനം 39:11 പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ച്. ആരോടാണ് ഇഷ്ടം, എന്തിനോടാണ് ഇഷ്ടം, എന്താണ് ഒഴിവാക്കാൻ പറ്റാതെ നടക്കുന്നത്, ഏതാണോ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, അതിൻ്റെ മേലെല്ലാം പിശാചി പിടിമുറക്കും. നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ഊതിപ്പറത്തും. അതല്ലെങ്കിൽ അർഹതപ്പെടാത്ത വഴികളിലൂടെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും കണ്ടു നിൽക്കാൻ പോലും ആർക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കൊട്ട്, വലിയ തകർച്ചകൾ വരും. സുഭാഷിതം 16:7 പറയുന്നുണ്ട്, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നുവെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്ന് തിരിച്ചിട്ട് കർത്താവിനെതിരെ വരുമ്പോൾ, വചനത്തിനെതിരെ വരുമ്പോൾ, പാപത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശത്രുക്കൾ പോലും, മിത്രങ്ങൾ പോലും എതിരായിത്തീരും. ശത്രുക്കൾ ഇണങ്ങിക്കഴിയുകയല്ല, മിത്രങ്ങൾ പോലും എതിരായിത്തീരും. ഇന്ന് ആരും വീട്ടിലേക്ക് കയറുന്നില്ല, ഒന്നിലും കൂട്ടുന്നില്ല. നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് കുറ്റബോധത്തിലേക്ക് പോകാനല്ല, മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 33-ാം വാക്യം, അപ്പോൾ തന്നെ ആ വാക്കുകൾ നബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ലു തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥ. മഴയും വെയിലും ഇല്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്ന് പറയുമ്പോൾ അതല്ലേ, മഴയും നോക്കണില്ല, വെയിലും നോക്കണില്ല, തലക്ക് ഭ്രാന്ത് പിടിച്ച പുല്ലു തിന്നുക, ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും. ഈ വഴിയിലൊക്കെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നവരൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ഈ വഴിയരികെ കിടക്കുന്നവർക്ക് വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ ഒരു പരിഹാര ശുശ്രൂഷ, ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷ കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പേരെ കാണുകയാണ്. ഒരു മനുഷ്യനെ കണ്ടു, വലിയ ബാണ്ടക്കെട്ടും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ബാണ്ടക്കെട്ട് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഒന്നും ആവശ്യമുള്ള കാര്യമില്ല. വഴി കിടക്കുന്ന വളപ്പൊട്ടും മിഠായി കടലാസും സിഗരറ്റ് പാക്കറ്റും കുപ്പികളും അതെല്ലാം ഈ ഭദ്രാവതി കൊടുത്ത് വില കിട്ടാൻ പറ്റിയ, അതിനുവേണ്ടി പിറക്കുന്നതല്ല. തിളങ്ങുന്ന കാണുന്ന സാധനങ്ങളെല്ലാം പിറക്കി കയ്യിലിരിക്കുന്ന ഭാണ്ഡത്തിൽ ഇങ്ങനെ വെച്ച് ചുമന്ന് ഇയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിലയുള്ളതാണെന്ന് വിചാരിച്ച് ആർക്കും വേണ്ടാത്ത വേസ്റ്റുകളെല്ലാം പിറക്കി ഭദ്രാവതി പോലും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആർക്കും വേണ്ടാത്ത ചില്ലും പൊട്ടും കുപ്പിവെള്ളയും വഴി കിടക്കുന്ന തിളങ്ങുന്ന സാധനങ്ങളും മിഠായി കടലാസും എല്ലാം പിറക്കി പാണ്ടത്തിൽ ചുമന്നിട്ട് മുഷിഞ്ഞ് കീറി ഇയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് പാപത്തിൻ്റെ അവസ്ഥ. ആ വാക്കുകൾ നബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരിൽ നിന്ന് ഓടിക്കപ്പെടുകയും, ബന്ധങ്ങളൊക്കെ ആൾക്കാർ ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ആരും കൂട്ടത്തിൽ കൂട്ടാത്ത അവസ്ഥ. അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെ പോലെ പുല്ലു തിന്നും. വചനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ മൃഗത്തെ പോലെ ആയിത്തീരുന്ന അവസ്ഥ, പക്ഷിമൃഗാദികളെ പോലത്തെ അവസ്ഥ, അലഞ്ഞു തിരിയുന്ന അവസ്ഥകൾ, പല്ലും നഖവും എല്ലാം നീട്ടി വളർത്തി ഒരു യാതി കാണുന്നില്ല. ഇന്ന് ഓരോന്നിൻ്റെ കോലം, മയക്കുമരുന്നൊക്കെ അടിച്ച് എല്ലാം നീട്ടി വളർത്തി വസ്ത്രത്തിലൊക്കെ കീറി പറിച്ചിട്ടിട്ട്
ഭ്രാന്തന്മാർ പോലും ചെയ്യൂല അതുപോലെ നടക്കുന്നു, ലഹരിയുടെ ബന്ധനത്തിൽ അടിപ്പെട്ടിട്ട്. അപ്പനാണ് അമ്മയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരെണ്ണം കൊല്ലുന്നതിന് 1 മാസം മുമ്പ് ഇവൻ ലഹരി ഉപയോഗിച്ചതായിട്ട് പരിശോധനയിൽ കണ്ടെത്തി എന്നൊക്കെ വായിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ 1 മാസം മുമ്പായാലും തലേന്ന് ഇതൊന്നും ഇറങ്ങിപ്പോകില്ല. വീട്ടിലുള്ളവരെയൊക്കെ ചുറ്റുകൊണ്ട് അടിച്ചു കൊന്ന ഒരു വാർത്ത വായിച്ചത് ഓർക്കുകയാണ്. പലരുടെയും വിസ്മൃതിയിലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുപോലെ പല കാര്യങ്ങൾ എന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നതെന്ന് അറിയില്ല. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ കാൽവിലങ്ങൾ വലിച്ചോട്ടിക്ക് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള പിശാചുബാധനായ മനുഷ്യൻ്റെ അതേ അവസ്ഥകൾ ബുദ്ധിശക്തിയെ, പാപത്തിൻ്റെ ആ ബന്ധനങ്ങൾ ബുദ്ധിശക്തിയെ ബാധിക്കും. എന്നാലും ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കും. നിർബന്ധ ബുദ്ധി, വാശി, തഴക്കദോഷങ്ങൾ. അപ്പോൾ നബൂഖദ്നേസർ രാജാവിന് പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അതാണ് ചുരുക്കി പറഞ്ഞ അതാണ് പാപത്തിൻ്റെ അവസ്ഥ, മാനസികമായ തകരാറുകൾക്ക്. ഇനി അങ്ങനെയുള്ളവരെ കൂടി ജീവിക്കുന്നവർക്ക് പോലും ഈ ഒരു ജേണലിൽ വായിച്ചു തുറക്കുകയാണ് മാനസിക രോഗം പകരുമോ, എന്നിട്ട് പറയുകയാണ് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞിരിക്കുക പകരും. എങ്ങനെ പകരും? അവരെ കൂടി ഇടപഴകി പലർക്കും വട്ടുപിടിച്ചതുപോലത്തെ അവസ്ഥയാകും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് മരുന്നൊക്കെ കൊടുത്ത് പീരിയഡിക്കലായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് നിയന്ത്രിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് പോലെ പലപ്പോഴും അത് കേട്ടും വിശ്വസിച്ചും കൂടെ താമസിക്കുന്നവർക്ക് ചിലരൊക്കെ ഇവിടെ വരാറുണ്ട്. ആരോ കൂടെ ഒത്തറിഞ്ഞു, വീട്ടിലുള്ളവർ മുഴുവൻ അതും വിശ്വസിച്ചു. വളരെ വിദ്യാസമ്പന്നർ പോലും ഇങ്ങനെ വെച്ച് ഇതിനൊക്കെ പോയിട്ട്, അന്ധവിശ്വാസങ്ങൾക്കൊക്കെ പോയിട്ട് അത് ഉപേക്ഷിച്ചാൽ ഇനി തിരിച്ചടിക്കുമെന്നും പറഞ്ഞ്, അതായത് ദൈവത്തെക്കാൾ വിശ്വാസം മന്ത്രവും ക്ഷുദ്രവും, വളരെ വിദ്യാസമ്പന്നർ പോലും എളുപ്പം പണം ഉണ്ടാക്കാൻ. ആരാ പണം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സമയം, സമ്പത്ത്, മഹത്വം, ഇത് 3ഉം ദൈവത്തിൻ്റേതാണ്. പിന്നെ ഈ പിശാചിനും മനുഷ്യനും ഇതെല്ലാം വെച്ച് നീട്ടാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പക്ഷെ പിശാചിൻ്റെ നുണയിൽ തെറ്റിദ്ധരിച്ച് അത് ഉപേക്ഷിച്ചാൽ, അത് മാറ്റിയാൽ വല്ല കുഴപ്പവും വരും എന്ന് വിചാരിച്ച് വീണ്ടും അങ്ങനത്തെ വഴി കൂടെ പോകുന്നവരെയും നശിച്ചുകൊണ്ടിരിക്കുന്നവരെയും ബന്ധങ്ങൾ തകർന്നവരെയും ഒക്കെ കണ്ടുമുട്ടാറുണ്ട്. അതുകൊണ്ട് പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അത് നമ്മളെ പല വിധത്തിൽ ആത്മനാശത്തിന് മാത്രമല്ല രോഗികളാക്കി മാറ്റും, മാനസിക രോഗികളാക്കി മാറ്റും. നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടും. സുഭാഷിത 28:13. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടായില്ല, ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ധൂർത്തപുത്രൻ്റെ കഥയിൽ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പിതാവിനെ ഉപേക്ഷിച്ചപ്പോൾ അവൻ അന്നുവരെ ഉണ്ടായിരുന്ന ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കൊണ്ടുപോയതെല്ലാം ധൂർത്തടിച്ച് നശിച്ച് പന്നികൾക്ക് കൊടുക്കുന്ന തവിട് കൊണ്ടുപോലും, അവിടെ ഒരു മനുഷ്യൻ്റെ പന്നികളെ നോക്കാനുള്ള ജോലി ഏറ്റെടുത്തു. പന്നികൾ കൊടുക്കുന്ന തവിട് കൊണ്ടുപോലും വിശപ്പടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും എത്ര സമൃദ്ധിയായിട്ട് ജീവിക്കുന്നു എന്നുള്ള ആ മാനസാന്തരത്തിൻ്റെ ചിന്ത ഉണ്ടായി എത്രയും പെട്ടെന്ന് മടങ്ങി വരികയാണ്. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം, മാനസാന്തരപ്പെടാം. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. ആർക്കും ഒഴികഴിവില്ല. അതുകൊണ്ട് ഇതാ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരാനും, ഇതാ പാപത്തിലും മനസാന്തരം ഇല്ലാതെയും ജീവിക്കുന്നവർ ഇന്നാട്ടെ നാളാകട്ടെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല, ഇതിലും വലിയവർ കുഴപ്പങ്ങൾ വരുത്തുന്നവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാതെ അവസരങ്ങളുണ്ടായേക്കാം, അവസരങ്ങൾ നമുക്കുള്ളതാകണമെന്നില്ല. പ്രഭാഷകൻ 5:7. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നീ നശിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് നാശത്തിൻ്റെ വഴിയിലേക്ക് പോകാതെ മാർക്കോസ് 1:15 മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് ദൈവമായ കർത്താവ് യേശുനാഥൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗമില്ല, ദൈവരാജ്യമില്ല, നരകമില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ എന്നിലും നിങ്ങളിലും ഈ പരിവർത്തനം, മാനസാന്തരം, ക്രൂശിതനിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരക്തം കൊണ്ട് നമ്മളെയും നമ്മൾ മൂലം വേദനിപ്പിച്ചവരെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും കഴുകണമേ, കരുണ തോന്നണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ,
അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവായ യേശുവേ, ഇന്നീ പാപത്തിൻ്റെ ഫലങ്ങളും അനന്തരഫലങ്ങളും പാപം ഉപേക്ഷിച്ചാലുള്ള ദൈവകൃപയെക്കുറിച്ചും പാപം വെച്ചുകൊണ്ടിരുന്നാലുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടു. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടു. കൗൺസിലിങ്ങിലൂടെ, കുമ്പസാരത്തിലൂടെ, ധ്യാനത്തിലൂടെ, വചനത്തിലൂടെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അനുദപിച്ച് ഹൃദയം നുറുങ്ങി മാനസാന്തരപ്പെട്ട് പാപം ഉപേക്ഷിക്കാൻ മാത്രമല്ല ഇന്നോട്ട് പരിഹാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മദ്യപാനം ഉപേക്ഷിക്കട്ടെ. ഇതാ ഭർത്താവ് മാനസാന്തരപ്പെട്ടാൽ അതിൻ്റെ കുടുംബം അതിൻ്റെ അനുഗ്രഹം ഭാര്യയിലും മക്കളിലും ഉണ്ടാകും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി തിരിങ്ങാലക്കുടയെന്ന് പ്രാർത്ഥിക്കാൻ വന്നു. മുതുകൂടിയനായ ഭർത്താവായിരുന്നു. ഈ അടുത്ത നാളിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇവിടെ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു തന്ന വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് തന്നെത്താനെ മദ്യപാനം ഉപേക്ഷിച്ചു. ഇപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, വീടിനൊരു മുറിയെടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് ദ്രുതഗതിയിൽ മാറ്റങ്ങൾ, ഒരു മനുഷ്യനായി ജീവിക്കണമെന്നുള്ള ചിന്തയും സാക്ഷ്യവും. ഇതൊരു അനുഭവം മാത്രമല്ല, ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. മാതാപിതാക്കൾ വചനം കേട്ടപ്പോൾ മക്കൾ മാനസാന്തരപ്പെട്ട് അമ്മയും സഹോദരിമാരും വന്നു നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ സഹോദരന് മാനസാന്തരം ഉണ്ടായതും മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയതും ജോലിക്ക് പോകാൻ തുടങ്ങിയതും. ഇനി അപ്പൻ വന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കോഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് ണെന്നും പറഞ്ഞ് ഇനി പഠിച്ച് എഴുതിയെടുക്കൂലെന്നും പറഞ്ഞിരുന്ന മകൻ ആ 23 വിഷയങ്ങളും എഴുതിയെടുത്ത് കോഴ്സ് പൂർത്തീകരിച്ചതും, ജോലിയില്ലാത്ത മകൻ ജോലിക്കുള്ള വഴി തുറന്നു കിട്ടിയതും, ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. പഴയ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീടിൻ്റെ സ്ഥാനത്ത് ദൈവത്തിലേക്ക് ധൂർത്തപുത്രൻ പിതാവിലേക്ക് തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ട ഐശ്വര്യം 10 മടങ്ങായിട്ട് പിതാവിൽ നിന്ന് അവൻ അനുഭവിച്ചതുപോലെ കിട്ടിയതുപോലെ ഇതാ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ച് ജീർണിച്ച് കിടക്കുന്ന അവസ്ഥകൾ, കടങ്ങൾ, വഴികൾ, ബ്ലോക്കുകളെല്ലാം മാറും. എളിമപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ വാതിലാണ് എളിമയും മാനസാന്തരവും അനുതാപവും എല്ലാം. അങ്ങനെ ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ ഉണ്ട്, എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ അവിടെ സാത്താൻ കുടിൽ കെട്ടി വസിക്കും. നിത്യമായ തകർച്ചയും നാശങ്ങളും മാത്രം. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പാപബോധം തരണമേ, പശ്ചാത്താപം തരണമേ, മാനസാന്തരം നൽകണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദേവാ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനത്താൽ നമുക്ക് വചനം സ്വീകരിച്ച് ഹൃദയം തുറന്ന് കുടുംബം വിശദീകരിക്കപ്പെട്ട് മാനസാന്തരൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാം. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമാണെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും പങ്കുവെച്ച് കൊടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുമല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.